അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ ഭീതിയിലാണ് ലോകം. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്ത് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മത്സരത്തിലാണ് ലോകരാജ്യങ്ങൾ. എയർ ടു എയർ മിസൈലുകളാണ് ആധുനിക വ്യോമയുദ്ധങ്ങളിലെ ഏറ്റവും നിർണായകമായ ആയുധമെന്ന് പറയാം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുവിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇന്ന് ലോകശക്തികളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് എപ്പോഴും ലക്ഷ്യം കാണാൻ സാധിക്കാറുണ്ടോ? മിസൈലുകളുടെ മരണം സംഭവിക്കുന്നത് എവിടെ വെച്ചാണ്? ആകാശത്തെ വേട്ടക്കാർ നിസ്സഹായരായി പരാജയപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? അതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. മിസൈലുകൾക്ക് പ്രതിരോധ കമ്പനികൾ നൽകുന്ന പരമാവധി ശ്രേണി എന്ന കണക്കിനപ്പുറം യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നത് കേവലം ദൂരത്തെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് മിസൈലിന്റെ ഊർജ്ജക്ഷമത, ലക്ഷ്യത്തിന്റെ വേഗത, അന്തരീക്ഷമർദ്ദം എന്നിവയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എയർ ടു എയർ മിസൈലുകളുടെ ദൂരപരിധിയെക്കുറിച്ചുള്ള പരസ്യവാചകങ്ങളും യുദ്ധക്കളത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ഒരു മിസൈലിന് 100 കിലോമീറ്ററോ അതിലധികമോ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ആ ദൂരത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു ശത്രുവിമാനത്തെ തകർക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമായ കാര്യമാണ്. കാരണം മിസൈൽ അതിന്റെ പരമാവധി ദൂരപരിധിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ധനം തീരുകയും വേഗത ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഊർജ്ജം നഷ്ടപ്പെട്ട ഇത്തരം മിസൈലുകളെ വെട്ടിച്ചുമാറ്റാൻ പൈലറ്റുമാർക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. വ്യോമയുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമായത് നോ എസ്കേപ്പ് സോൺ എന്നറിയപ്പെടുന്ന അടുത്ത പരിധിയാണ്. ഒരു മിസൈലിന് അതിന്റെ പൂർണ്ണ വേഗതയിലും കൃത്യതയിലും ലക്ഷ്യത്തെ പിന്തുടരാൻ കഴിയുന്ന ഈ മേഖല സാധാരണയായി അതിന്റെ പരമാവധി ദൂരത്തിന്റെ 1/3 മാത്രമായിരിക്കും. ഈ പരിധിക്കുള്ളിൽ വെച്ച് മിസൈൽ വിക്ഷേപിച്ചാൽ ശത്രുവിമാനത്തിന് എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ സോണിന് പുറത്തേക്ക് ദൂരം കൂടുംതോറും മിസൈൽ പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ശത്രുവിമാനം സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മിസൈലിന്റെ പ്രഹരശേഷി നിർണ്ണയിക്കുന്നത് ദൂരത്തേക്കാൾ അത് ലക്ഷ്യത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നതാണ്. ആകാശത്തുള്ള ലക്ഷ്യങ്ങളെ നേരിടാനാണ് എയർ ടു എയർ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് അവയ്ക്ക് കരയിലെ ഇൻസ്റ്റാളേഷനുകളെയോ വാഹനങ്ങളെയോ കപ്പലുകളെയോ നശിപ്പിക്കാനാകില്ല എന്നർത്ഥം.